ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. പോകാം വീഡിയോയിലേക്ക്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതും സ്വാദിഷ്ടവുമായ കറികളിൽ ഒന്നാണ് കേട്ടോ പീക്കിങ്ങ കടയിൽ കേട്ടോ. ഇതിനാവശ്യമായ സാധനങ്ങൾ ഒരു പീക്കിങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. 2 കുഞ്ഞൻ സവാള എടുത്തിട്ടുണ്ട്, 1 തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 തക്കാളിയുണ്ട്, 3 പച്ചമുളക്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെട്ടെന്നൊരു അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാൻ നോക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പീക്കിങ്ങയുടെ തോരനായാലും കടയിലായാലും സാമ്പാറായാലും എനിക്കൊന്നും പറയാനില്ല. വേറെ ലെവലാണ്, പൊളിയാണ് കേട്ടോ സാധനം. അപ്പോൾ എന്തായാലും നമ്മൾ പീക്കിങ് ഇങ്ങനെ ഒരു 3-4 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് എങ്ങനെ വേണമൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എൻ്റെ സൗകര്യാർത്ഥം ഒരു 3 പീസാക്കി ഇങ്ങനെ എടുത്തതിന് ശേഷം പീൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ പീൽ ചെയ്തു. പിന്നെ ഈ പീലിംഗ് ഒന്നുമില്ല, നമുക്ക് കത്തിക്ക് വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പീലർ വെച്ചിട്ട് പീൽ ചെയ്തിട്ട് പിന്നെ കത്തിക്ക് ഇങ്ങനെ ചുരണ്ടി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ തൊലി വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം, അതുപോലെ ചമ്മന്തി ഉണ്ടാക്കാം. വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്ന ഒത്തിരി പോഷക സമൃദ്ധമായ ഒരു വെജിറ്റബിളാണ് പീക്കിങ്ങ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എവിടെ കണ്ടാലും ഞാനിത് വാങ്ങിയിട്ട് തോരനായാലും കടയിലായാലും അതുപോലെ തന്നെ സാമ്പാറായാലും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ പീക്കിങ് എല്ലാം കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വെളുത്തിൽ ഓരോന്നായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് കറി ഉണ്ടാക്കണം, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അനുഭവിച്ചിട്ട് അത് ചോറിൽ ഒരു പിടി ചോറ് ഈ കറി വെച്ച് കഴിക്കണം. ഇങ്ങനെ ആർത്തിയോടെ ഞാൻ ഇങ്ങനെ സ്പീഡിൽ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ സവാള പീൽ ചെയ്തെടുത്ത് സവാള കട്ട് ചെയ്ത് വെച്ചു, തക്കാളി അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ല കഴുകി എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വഴി അത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവുമൊക്കെ എൻ്റെ വിജയ് രമേഷ് എന്ന വ്ളോഗിനകത്ത് വേണം കേട്ടോ. ചിലർക്കൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടുന്നവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടപ്പെടാത്തവർ അവർ ആ വഴിക്ക് ഞാൻ അങ്ങനെ വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിത് പീക്കിങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ഇങ്ങനെ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ചില സമയത്തൊക്കെ ഇങ്ങനെ പൊടിയായിട്ട് നമുക്കിങ്ങനെ അരിയാൻ പറ്റും കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ചെറിയൊരു വലുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പച്ചമുളകായാലും അതുപോലെ തന്നെ സവാള ആയാലും തക്കാളി ആയാലും എല്ലാം നല്ലോണം കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കാണുന്ന സമയത്ത് ഇതെന്താ ഭംഗിയല്ലേ. ഓരോ ദൈവത്തിൻ്റെ സൃഷ്ടികളല്ലേ, പലതരത്തിലും പല ഭാവത്തിലുമുള്ള പച്ചക്കറികൾ. ഇതുണ്ടോ അമരയ്ക്കാണ് കേട്ടോ, വലിയൊരു അമരയ്ക്ക ഉണ്ടല്ലോ. തോരൻ വയ്ക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ചതച്ച മുളക് മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു ദിവസം കാണിക്കാവേ. അപ്പോൾ ഇതിന് പൊടി ഐറ്റംസ് വേണം കടയിലിന്. അപ്പോൾ ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, ഉലുവപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കായം വേണം കേട്ടോ. കായം മുഖ്യമാണ് ബിഗിലെ, കായം വേണം, മറന്നു പോകരുത്, കായം വേണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. നമുക്ക് ചട്ടി അടുപ്പിൽ വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. ചൂടായി എടുക്കാൻ ഇച്ചിരി പാടായിരുന്നു. ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകും അതുപോലെ തന്നെ ജീരകവും വറ്റൽമുളക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. അത് താളിച്ച് തന്നതിന് ശേഷം നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും കൂടി ഞാൻ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്ക് ഫോർമാറ്റ് വേണമെങ്കിൽ സവാള വേട്ടാം, പിന്നെ തക്കാളി വേട്ടാം, പച്ചമുളക് വേട്ടാം, ഇങ്ങനെ ഓരോന്നാണ്ട് ചെയ്യും. പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എല്ലാം കൂടി ഒരുമിച്ചിട്ട് തന്നെ വയറ്റുന്നുണ്ട്. എന്തായാലും എങ്ങനെയായാലും ഇത് വെന്ത് വരും, മനസ്സിലായോ. അപ്പോൾ അത് കാരണം നമുക്ക് എളുപ്പത്തിൽ ഓരോ കറികൾ ഉണ്ടാക്കിയെടുക്കണം. എൻ്റെ പോളിസി അങ്ങനെയാണ് കേട്ടോ. അടുക്കളയിൽ കുറേ സമയം ചിലവഴിക്കാൻ എനിക്കിഷ്ടമല്ല കേട്ടോ. 1 മണിക്കൂർ അങ്ങനെ 1 മണിക്കൂർ ആ സമയത്ത് ടപ്പേന്ന് എല്ലാ ജോലിയും പെട്ടെന്ന് അങ്ങനെ ചെയ്യുക. അപ്പോൾ എന്തായാലും അവിടെ കുറച്ച് സമയം പച്ച ചുവയൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ ചൂടുവെള്ളം 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വെന്ത് വറ്റി വരുന്ന സമയം നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ക്യാമറമാൻ ആരുമില്ല, ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ അത് കാരണം ഒരു കൈ കൊണ്ട് ക്യാമറ പിടിക്കുന്നു, ഒരു കൈ കൊണ്ട് പൊടിയെല്ലാം കൂടി ഇട്ട് കൊടുത്തു, മനസ്സിലായോ. എന്നിട്ട് നമ്മുടെ കായും ഇട്ട് കൊടുത്തു, ആവശ്യത്തിനുള്ള ഉപ്പും നമുക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം, മിക്സ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആകുന്ന സമയത്ത് ഇത് വെന്ത് വരും കേട്ടോ. പക്ഷേ നമുക്ക് കുക്കറിൽ ചെയ്യാം, കുക്കറിലാവുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് വരും. മൺചട്ടിയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് വേറെയാണ് കേട്ടോ. മത്ത് വെച്ച് നല്ലോണം കടഞ്ഞു കൊടുക്കുക. മത്തില്ലാന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് തവിക്കണ വെച്ചിട്ട് നല്ലോണം ഉടച്ചു കൊടുക്കുക കേട്ടോ. നല്ല സ്മാഷ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ പീക്കിങ്ങ കടയിൽ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ച് കുറുകി മറിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇച്ചിരി മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും തൂക്കി കൊടുക്കാം. ഇനിയൊരു താളിപ്പിൻ്റെ ആവശ്യമില്ല, നമ്മൾ ഫസ്റ്റ് നമ്മൾ താളിച്ചിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ പീക്കിങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉച്ചത്തെ വിഭവം എന്ന് വെച്ചാൽ നല്ല തൂവെള്ള പൊന്നിയരി ചോറും പീക്കിങ്ങ കടയിലും. ഒരു പാത്രം ചോറ് കഴിക്കാൻ ഇതിൻ്റെ ഒരു കറി മാത്രം മതി. ഞാൻ എപ്പോഴും പറയുന്നത്
അതുപോലെ ദേ ഇപ്പോഴും പറയുന്നു മൺചട്ടിയിൽ വെച്ച നല്ല പീക്കിങ്ങ കടയിൽ കേട്ടോ. പിന്നെ ഞാൻ അവരയ്ക്ക പൊരിയൽ വെച്ചിട്ടുണ്ട്. പൊരിയൽ മീൻസ് തോരൻ കേട്ടോ. അവരയ്ക്ക തോരൻ വെച്ചിട്ടുണ്ട്. നല്ല ചതച്ച മുളകും തേങ്ങയൊക്കെ ഇട്ട് സൂപ്പർ തോരനായിരുന്നു കേട്ടോ. പിന്നെ പുളിയിഞ്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശസ്ത യൂട്യൂബറായ റിനുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവൾ സ്നേഹത്തിൽ പൊതിഞ്ഞ് എനിക്ക് തന്നിരിക്കുന്ന പുളിയിഞ്ചിയാണ് കേട്ടോ. ഇനി ഇച്ചിരിയേ കൂടെ ഉള്ളൂ കേട്ടോ. ചോറ് കഴിക്കുന്ന സമയത്ത് ഒന്നുപോലെ ഇറച്ചി അല്ലെങ്കിൽ മീൻ അതൊന്നും അല്ലെങ്കിൽ നല്ലൊരു ഓംലെറ്റ് ഇതെനിക്ക് നിർബന്ധമാണ് കേട്ടോ. എന്തായാലും ചൂട് ചോറിൽ നല്ല ഓംലെറ്റും പീക്കിങ്ങ കടയിലും തോരനും പുളിയിഞ്ചിയും വേറെ എന്താ വേണ്ടത്. എന്തായാലും നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വിശന്നിരുന്നത് കൊണ്ട് ഞാൻ നല്ല ഒരു പോളിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. പീക്കിങ്ങ കടേൻ്റെ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കുക മാത്രമല്ല ഇതിൻ്റെ ഫീഡ്ബാക്സും കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു വിജി രമേശ്. ബൈ ബൈ.